ഡ്രീം ദേവത ഓർഡർ നൽകിയതനുസരിച്ച് പിയാൻ ഹോങ്ങയുടെ അടുത്തെത്തി അവൻ്റെ മനസ്സ് മാറ്റാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലെ പോയിസൺ ഇത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടും അവനിപ്പോഴും മനസ്സ് കൈവെടിയാൻ തയ്യാറാവാതെ എതിർത്ത് നിൽക്കുകയാണല്ലോ. അവൻ്റെ ഈ എതിർപ്പ് അവസാനിപ്പിച്ച് പൂർണ്ണമായും ദേവതയുടെ അടിമ ആയിക്കൂടെ? അതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ പിയാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹോങ്ങയെ അവൻ്റെ മനസ്സ് മാറ്റാൻ തയ്യാറാവുന്നില്ല. ഷാവോ ആണല്ലോ ഇപ്പോൾ അവൻ്റെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. മുമ്പ് ഒരു മനുഷ്യനുമായി പ്രണയത്തിലായി ചതിക്കപ്പെട്ടിട്ടും അവൻ പഠിച്ചില്ലേ? വീണ്ടും മനുഷ്യനുമായി പ്രണയത്തിലാവുകയാണോ? ഈ സമയം നിനക്ക് കൾട്ടിവേഷന് വേണ്ടി മാറ്റിവെച്ചുകൂടെ എന്നൊക്കെ പിയാൻ ചോദിക്കുന്നുണ്ട്. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഹോങ്ങി അപ്പോൾ പറഞ്ഞത്. അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ പിയാൻ അവനൊരു ചാൻസ് നൽകാൻ തയ്യാറാവുന്നു. ഇവിടെ വരുന്ന മനുഷ്യർക്കെല്ലാം സർവൈവ് ചെയ്യാനായി ഒരു ചാൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ദേവത ഇവിടെ ടെസ്റ്റ് നടത്തുന്നത്. പക്ഷേ ആളുകളുടെ അത്യാഗ്രഹം കാരണം അവരെല്ലാം ആ ടെസ്റ്റിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ആരും പിന്മാറാൻ തയ്യാറാവുകയില്ല. എല്ലാവർക്കും യൂലി സ്പ്രിംഗ് വാട്ടർ കുടിച്ച് അമരത്വം നേടണമെന്നാണ് ആഗ്രഹം. ഇക്കാര്യം അവനെ നേരിട്ട് ബോധ്യപ്പെടുത്താനായി അവനെ തൽക്കാലം അവിടെ നിന്ന് തുറന്നു വിടാം. യൂലി സ്പ്രിംഗ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവന് കഴിയുമെങ്കിൽ അവരുടെ മനസ്സ് മാറ്റി അവരെ രക്ഷിച്ച് തിരിച്ചയക്കാം. പക്ഷെ അവന് അങ്ങനെ അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ തന്നെ അവരെ ഈ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതാണ് പിയാൻ വെച്ച കണ്ടീഷൻ. ഹോങ്ങി അത് സമ്മതിച്ച് പുറപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ആ കുഞ്ഞ് ലീഫിന് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നു. ഷാവോ അതിനെ കയ്യിലെടുത്ത് അതിന് ചൂട് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഹോങ്ങി കടലിലെത്തിയ സമയത്താണ് കുഞ്ഞ് ലീഫിന് ഇങ്ങനെ അനുഭവപ്പെട്ടത്. ഷിപ്പിൽ ആ ഐലൻഡ് അന്വേഷിച്ച് വരികയായിരുന്ന ഒരു കൂട്ടരുടെ അടുത്തേക്കായിരുന്നു അവൻ എത്തിയത്. അവൻ അവരെ അവിടെ നിന്ന് തിരികെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ പോകാൻ തയ്യാറാവുന്നില്ല. എന്ന് മാത്രമല്ല, വഴി കാണിക്കാനായി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കടലിലെറിഞ്ഞ് കൊന്ന് അവന് ബലി നൽകി തൃപ്തിപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഒരാളെ കൊല്ലാൻ പോലും അവരിങ്ങനെ തയ്യാറായത് അവനെ അമ്പരപ്പിക്കുന്നു. യൂലി സ്പ്രിംഗ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല, അവരുടെ ഹൃദയം നഷ്ടപ്പെടും എന്നൊക്കെ അവൻ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അമരത്തെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവരാരും പിന്മാറാൻ തയ്യാറാവുന്നില്ല. അവൻ ഒരു ടെസ്റ്റ് കൂടി നടത്തി നോക്കുന്നു. അവരിൽ ഒരാൾക്ക് മാത്രമേ തനിക്കൊപ്പം വരാൻ പറ്റുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത്രയും ആയപ്പോഴേക്കും അവന് മതിയാവുന്നുണ്ട്. അത്യാഗ്രഹികളായ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ അവൻ അവരെ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഷാവോ അന്ന് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കൂട്ടത്തിലും ആ ഒരു പൂ മാത്രം നനഞ്ഞു നിൽക്കുന്നത് കണ്ട് അത് കാര്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ അധികം വെള്ളമുള്ളതായിട്ട് അവൾ കാണുന്നു. മാത്രമല്ല, എന്തോ ഒന്ന് ഹൃദയം പോലെ അതിനുള്ളിൽ തുടിക്കുന്നതും അവൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ ഷിപ്പിൽ വന്ന കൂട്ടർ അങ്ങോട്ടേക്ക് എത്തുന്നു. അതുകൊണ്ട് അവളുടെ ശ്രദ്ധ മാറുന്നുണ്ട്. ആ പെൺകുട്ടികളെല്ലാം സന്തോഷത്തോടെ ഓടി നടന്ന് അവിടെയുള്ള പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ്. ഷാവോയെ കണ്ടപ്പോൾ അവിടെയുള്ള ഇമ്മോർട്ടൽ ആയിരിക്കും എന്നാണ് അവർ ആദ്യം കരുതിയത്. അങ്ങനെ അവർ വന്ന് സംസാരിക്കുന്നുണ്ട്. യൂലി സ്പ്രിംഗ് എവിടെയാണ് എന്നായിരുന്നു അവർക്ക് ആദ്യം അറിയേണ്ടത്. ഹോങ്ങിയെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇമോഷൻസ് നഷ്ടപ്പെടും, ഹൃദയം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഷാവോയും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. മാത്രമല്ല, നേരത്തെ കണ്ട ആളും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അവർ മുമ്പ് മീറ്റ് ചെയ്ത ആൾ ഹോങ്ങയാണ് എന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. അപ്പോഴേക്കും പിയാനും മറ്റൊരു അസിസ്റ്റൻ്റായ പെയ്യും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. പുതിയതായി വന്നവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികളെല്ലാം പെയ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിയാൻ അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആളുകൾ വരുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം ഇവിടെ വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മനുഷ്യരുടെ ദുരാഗ്രഹം കാരണമാണ് ഇവിടെ ഇത്രയധികം പൂക്കൾ ഇങ്ങനെ ആയത്. ഓരോ തലമുറ കഴിയുമ്പോഴും അത് കൂടി വരികയാണ് എന്നൊക്കെ പിയാൻ പറയുന്നുണ്ട്. നീ ഇവരെ തടയാൻ പോയിട്ട് എന്തായി എന്ന് അവൾ ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് തൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് ഷാവോ അറിയുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഹോങ്ങി അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരക്കുന്നു. അവളുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ടെങ്കിലും പിയാൻ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാവോയ്ക്ക് ഇത് ഭയങ്കര വിഷമമാവുന്നു. പിയാൻ ഹോങ്ങിയെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആദ്യത്തെ ടെസ്റ്റിൽ ഷാവോ പാസ്സായെങ്കിലും അടുത്തതിൽ പാസ്സാവണമെന്നില്ല. അടുത്തത് വളരെ ടഫാണ്. അവൻ ഡ്രീം ദേവതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവളെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ പിയാൻ ഇപ്പോഴും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഹോങ്ങെ തൻ്റെ തീരുമാനം മാറ്റുന്നില്ല. തന്നെ നേരത്തെ ഉള്ളിടത്തേക്ക് തന്നെ അയച്ചോളാൻ അവൻ പറയുന്നു. അങ്ങനെ അവൾ വീണ്ടും അവനെ തടവിലാക്കുന്നുണ്ട്. അപ്പോഴാണ് പെയ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹോങ്ങയുടെയും ഷാവോയുടെയും സ്വഭാവം തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ഇവരെ ഇങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ പാരയാവാനാണ് സാധ്യത. അതുകൊണ്ട് അവരെ അങ്ങ് ഒരുമിച്ച് കൊന്നു കളഞ്ഞാലോ എന്ന് പറയുന്നത്. ഇക്കാര്യം ഡ്രീം ദേവതയോട് പറയട്ടെ എന്ന് പിയാൻ ചോദിച്ചപ്പോഴേക്കും അവൾ സോറി പറയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു അസിസ്റ്റൻ്റായ സൂരി പെയ്യെ വഴക്ക് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. പിയാൻ്റെ മുഖത്തെ മുറിവ് ഭേദമാക്കാനായി ഡ്രീം ദേവത ഒരു മരുന്ന് കൊടുത്തയച്ചിരിക്കുന്നു. അത് സൂരി പിയാന് നൽകുന്നുണ്ട്. അവൾ അത് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. ഹോങ്ങിയെ തന്നെ കണ്ടിട്ടും മിണ്ടാതെ പോയതിൻ്റെ വിഷമത്തിലായിരുന്നു ഷാവോ അന്ന് മുഴുവൻ. അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് കുഞ്ഞു ലീഫ് അവളുടെ വിഷമം മാറ്റുന്നതിനായി അതിൻ്റെ ശക്തി കൊണ്ട് ഹോങ്ങിയുടെ പ്രൈമോഡിയൽ സ്പിരിറ്റിനെ അവിടെ എത്തിക്കുന്നു. ഷാവോയ്ക്ക് അവനെ തൊടാൻ പറ്റില്ലെങ്കിലും അവനെ അങ്ങനെ കാണാൻ കഴിഞ്ഞത് തന്നെ അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു.
നേരത്തെ പിയാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയത്. ഞാൻ നിന്റെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യുന്നുവെന്ന് കണ്ടാൽ അത് നിനക്ക് കൂടുതൽ ആപത്തുണ്ടാക്കിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മിണ്ടാതെ പോയത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. കുറച്ചു നേരം ശ്രമിച്ചപ്പോൾ ഷാവോയ്ക്ക് കഷ്ടിച്ച് അവൻ്റെ കയ്യിൽ മാത്രം ഒന്ന് തൊടാൻ പറ്റുന്നുണ്ട്. അടുത്ത ടെസ്റ്റ് വളരെ അപകടം പിടിച്ചതാണ്, സൂക്ഷിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞപ്പോഴേക്കും അവൻ അപ്രത്യക്ഷമാവുന്നുണ്ട്. കുഞ്ഞു ലീഫിന് ഇത്രയ്ക്കുള്ള ശക്തിയേ ഉണ്ടായിരുന്നുള്ളൂ. ശക്തി തീർന്നതോടെ അത് ആകെ ടയേർഡായിട്ട് പഴയ ആ ചെയിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഓങ്ങെ പോയപ്പോൾ ഷാവോ അവിടെ ഇരുന്ന് കരയുന്നുണ്ടെങ്കിലും ഇത് അവൾക്ക് കുറച്ച് ഒരു ആശ്വാസം നൽകുന്നുണ്ട്. ആദ്യത്തെ ടെസ്റ്റിൽ പാസ്സായ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ അവരുടെ ജോലി തനിയെയാണ് ചെയ്യുന്നത്. തുണി അലക്കലും മറ്റു ജോലികളും എല്ലാം അവർ തനിയെ തന്നെ ചെയ്യണം. ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്ത അവർക്ക് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവിടുത്തെ ഫുഡും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരികൾ പോലും ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാറില്ല എന്ന് പറഞ്ഞ് അവർ പരാതി പറയുന്നുണ്ട്. പക്ഷേ ദാലിക്ക് മാത്രം ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവൾ സ്വന്തം ഫുഡ് കഴിക്കുന്നത് പോരാഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അടുത്തിരുന്നവരുടെ ഫുഡ് കൂടി കഴിക്കുന്നുണ്ട്. അടുത്ത ടെസ്റ്റ് എപ്പോഴായിരിക്കും, എന്തിനെക്കുറിച്ചായിരിക്കും, അത് കഴിഞ്ഞാലും ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വരുമോ, ഈ ഫുഡ് തന്നെ ആയിരിക്കുമോ അപ്പോഴും കഴിക്കാനുള്ളത് എന്നൊക്കെ പല ചർച്ചകളും അവിടെ പെൺകുട്ടികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇവരിങ്ങനെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് പിയാൻ അങ്ങോട്ടേക്ക് വന്ന് അവരെ വഴക്ക് പറഞ്ഞിട്ട് പോയത്. അവളിങ്ങനെ വന്നിട്ട് പോയ സമയത്ത് അവളുടെ മുഖത്തെ ആ മുറിവ് ഒന്നുകൂടി കൂടിയിരിക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും സൂരി അവൾക്ക് നൽകിയ മരുന്നിൽ ഇൻഫെക്ഷൻ ആവാനുള്ള എന്തോ ഐറ്റംസ് ദേവത അറിയാതെ ചേർത്തിരുന്നു. അധികം വൈകാതെ അവളുടെ മുഖം വികൃതമായിക്കോളും, അവൾ നല്ല വേദന അനുഭവിച്ചോളും എന്നൊക്കെ സൂരി പെയ്യോട് പറയുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും പിയാനോട് നല്ല അസൂയാണ്. മുറിവ് ഇൻഫെക്ഷനായിട്ട് പിയാൻ ആകെ തളരുന്നുണ്ട്. വെള്ളം എടുക്കാനായിട്ടെത്തിയ അവൾ അവിടെ മയങ്ങി വീണ് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഷാവോ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവളെ കണ്ട് വിളിച്ചുണർത്തുന്നു. മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിനെ പറ്റി ഷാവോ പറഞ്ഞെങ്കിലും താൻ അത്ര കെയർ ചെയ്യുന്നില്ല എന്ന രീതിയിൽ പിയാൻ അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ബിങ്ഷുവിന് വേണ്ടിയായിരുന്നു അവൾ ആ വെള്ളം ശേഖരിച്ചത്. ആകെ അവശനായിരുന്ന അവനെ അത് കുടിപ്പിച്ചിട്ട് അവൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടോ എന്ന് അവൾ അന്വേഷിക്കുന്നു. മാറ്റമില്ല എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് മാറ്റാനായി അവൾ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അവൻ അതിനെയൊക്കെ എതിർത്തിട്ട് തിരിച്ച് അവളുടെ മനസ്സ് മാറ്റാനായി ശ്രമിക്കുന്നു. അവസാനം പിയാൻ നിരാശയോടെ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. 3 ദിവസത്തെ സമയമായിരുന്നല്ലോ അവൾ മുമ്പ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി സമയം ദേവത നൽകുമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകാൻ തുടങ്ങുന്നത്. ബിങ്ഷു അവളുടെ മുഖത്തെ മുറിവ് ശ്രദ്ധിച്ചിരുന്നു. എന്തോ പോയിസൺ ഏറ്റതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടിയത് എന്ന് പറഞ്ഞ് 1-2 പൂക്കൾ കൊണ്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കി മുഖത്ത് തേക്കുന്നതിനെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിയാൻ തിരികെ പോയ ശേഷം അവൻ പറഞ്ഞു കൊടുത്ത ആ പൂക്കളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷാവോ ഒരു മരുന്നുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നത്. ഏതൊക്കെയോ പൂക്കൾ കൊണ്ട് ഷാവോ തന്നെ ഉണ്ടാക്കിയതായിരുന്നു അത് ഉപയോഗിച്ചാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്നവൾ പറയുന്നു. ഷാവോ തനിക്ക് വേണ്ടി ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് പിയാൻ എന്തുകൊണ്ടാണ് അവളിങ്ങനെ തന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രീം ദേവതയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിലും അവൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ഷാവോ പറയുന്നു. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ആദ്യം നടന്ന മത്സരത്തിൽ ഷാവോയ്ക്കൊപ്പം ദാലിയും ലീഡ് ചെയ്ത് നിന്നിരുന്നല്ല. അതുകൊണ്ട് അടുത്ത മത്സരത്തിന് മുമ്പായിട്ട് ബാക്കി പെൺകുട്ടികളെല്ലാം കൂടി അവളെ തങ്ങളുടെ ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. തങ്ങളെ കൂടി മത്സരം ജയിക്കാൻ സഹായിക്കണം, അവൾ വേണം തങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ എന്നൊക്കെയാണ് അവർ റിക്വസ്റ്റ് ചെയ്തത്. ഇങ്ങനൊരു ലീഡർഷിപ്പ് കിട്ടിയത് ദാലിയെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു. അവൾക്ക് ചെറിയ അഹങ്കാരവും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം എന്നവൾ സമ്മതിക്കുന്നു. അന്ന് അവൾ വെള്ളം എടുക്കാനായി പോയപ്പോൾ അവിടെ വെച്ച് ഷാവോയെ കാണുന്നുണ്ട്. ഷാവോ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൾ ആദ്യം തിരിഞ്ഞോടാൻ തുടങ്ങിയെങ്കിലും പിന്നെ അവിടെ തന്നെ നിൽക്കുന്നു. ഷാവോ ഒന്നും മിണ്ടാതെ വെള്ളവും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ അടുത്ത മത്സരത്തിൽ ആരെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്ന് ദാലി അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. ഷാവോ അവൾക്ക് ഗുഡ് ലക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അല്ലാതെ ദാലിയുമായിട്ട് തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. അടുത്ത മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഡ്രീം ദേവതയെ സേവിച്ചോളാം എന്ന് പറഞ്ഞ് ദാലി അന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഷാവോ അന്നും ആ പ്രത്യേകതയുള്ള പൂവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അതിനെ വാച്ച് ചെയ്യുന്നു. വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ എങ്ങനെയാണ് ഇത്ര വെള്ളമുള്ളത് എന്ന് അവൾ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് പിയാൻ അങ്ങോട്ടേക്ക് വന്നത്. ഷാവോ നൽകിയ മരുന്ന് ഫലിച്ചിരിക്കുന്നു. അവളുടെ മുറിവ് നല്ല ഭേദമായിട്ടുണ്ട്. അതിന് നന്ദി പറയാനാണ് പിയാൻ വന്നത്. മാത്രമല്ല അടുത്ത ടെസ്റ്റിൻ്റെ സമയവും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുമൊക്കെ പിയാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ടെസ്റ്റ് വളരെ അപകടം പിടിച്ചതാണ്. ഫുൾ മെക്കാനിസമാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇതുവരെ ആരും ആ ടെസ്റ്റ് പാസ്സായിട്ടില്ല. അതുകൊണ്ട് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി നന്നായി ആലോചിച്ചിട്ട് മാത്രം വന്നാൽ മതിയെന്നും പിയാൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ടെസ്റ്റ് നടക്കാനുള്ള സമയമാവുന്നു. അവിടേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോയത് പിയാൻ തന്നെയാണ്. ആ സ്ഥലം ഒരു ഗോസ്റ്റ് ഹൗസ് പോലെ ആയിരുന്നു. അവിടുത്തെ അന്തരീക്ഷം എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട് എന്ന് പിയാൻ പറയുന്നത്. മുമ്പ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയെ കൂടെയുള്ളവർ ചേർന്ന് ഉപദ്രവിച്ച് കൊന്നതായിരുന്നു. അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇപ്പോഴും അവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അവളുടെ ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കുക എന്നാണ് ഇവർ നേരിടാൻ പോകുന്ന മത്സരം തുടങ്ങുമ്പോൾ അവിടെയുള്ള വാതിലുകൾ അടയും. പിന്നെ അത് തുറക്കണമെങ്കിൽ ഒന്നുകിൽ അവർ ജയിക്കണം, അല്ലെങ്കിൽ എല്ലാവരും മരിക്കണം എന്നൊക്കെ പിയാൻ അവരോട് പറയുന്നുണ്ട്.
ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും ശരിക്കും പേടിക്കുന്നു. ആർക്കെങ്കിലും പങ്കെടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ പിന്മാറാവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അവർക്ക് ജീവനോടെ പുറത്തിറങ്ങാം, ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയായിട്ടെങ്കിലും ജീവിച്ചിരിക്കാം. പക്ഷേ മത്സരത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന് പിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. ആരും അതിന് മറുപടി പറയുന്നില്ല. ഡാലിക്ക് ആകെ ഉണ്ടായിരുന്ന സംശയം ഷാവു ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ എത്താതിരിക്കുന്നവരെ മത്സരത്തിൽ നിന്ന് പുറത്താക്കുമോ എന്നാണ്. അവൾ ഉദ്ദേശിക്കുന്നത് ഷാവോയാണ് എന്ന് പിയാൻ മനസ്സിലാവുന്നു. പക്ഷേ പിയാൻ ഇപ്പോൾ ഷാവോയുടെ ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അരമണിക്കൂർ സമയം തരാം. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ആർക്കും പുറത്ത് നിന്ന് ആർക്കും അകത്ത് കിടക്കാനോ പറ്റില്ല എന്ന് പിയാൻ പറയുന്നു. അവൾ ഉറപ്പായിട്ടും ഷാവോയെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമയം നീട്ടിത്തരുന്നതെന്ന് ദാലിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി പെൺകുട്ടികൾ ഓരോരുത്തരായി ദാലിയുടെ അടുത്ത് കൂടുന്നുണ്ട്. പലരും പല സമ്മാനങ്ങളും നൽകിയിട്ട് ദാലിയെ തങ്ങളുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. ദാലിക്ക് ഇതൊക്കെ എന്തോ വലിയ ഗമ പോലെയാണ്. എല്ലാവരെയും സഹായിക്കാം, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ ദാലി എല്ലാവരോടും ഗമയിൽ പറയുന്നു. അതിനുശേഷം മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച് അവരെല്ലാം കൂടി പിയാൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഷാവോയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിയാന് ഷാവോയെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമാവുന്നുണ്ട്. നീ വരുന്നില്ലായിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയതെന്ന് പിയാൻ പറയുകയും ചെയ്യുന്നു. അതെങ്ങനെ ശരിയാവും? എനിക്ക് മത്സരം ഒട്ടും പേടിയില്ല, മാത്രമല്ല ഞാൻ മത്സരത്തിൽ തോക്കും എന്ന് ഒരാളെന്നോട് പറയുകയും ചെയ്തു. അത് തെറ്റാണെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാവോ അങ്ങോട്ട് വന്നത്. ദാലിയാണ് ഇവൾ ഉദ്ദേശിച്ചത്. ഷാവോ ഇങ്ങനെ വന്നത് ദാലിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ മത്സരത്തിൽ കിട്ടുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത അസിസ്റ്റൻറ്റിനെ ഡ്രീം ദേവത തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായി മത്സരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിയാൻ ഒരു മെഴുകുതിരി കത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിനുള്ളിൽ വെക്കുന്നു. ആ മെഴുകുതിരി കത്തി തീരുന്നതിന് മുമ്പ് അവിടെയുള്ള ഗോസ്റ്റിൻ്റെ ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ എല്ലാവരും ആ ഗോസ്റ്റിനൊപ്പം അവിടെ തന്നെ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പിയാൻ അവിടെ നിന്ന് പുറത്തു പോകുന്നു. അവൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ വാതിൽ അടയുന്നുണ്ട്. അടയുക മാത്രമല്ല, ആ വാതിലുണ്ടായിരുന്ന സ്ഥാനത്ത് കട്ടകൾ കൊണ്ടുള്ള ഭിത്തിയാവുകയും ചെയ്യുന്നു. സൂര്യയും പെയ്യുമൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പമാണ് പിയാൻ എത്തിയത്. അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഈ ഷാവോയൊക്കെ നിൽക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ ഒരു കണ്ണാടിക്കുള്ളിൽ എന്ന പോലെ കാണാൻ സാധിക്കും. മാത്രമല്ല അവരിപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു മോഡൽ അവിടെ ഇരിപ്പുണ്ട്. അതിനുള്ളിലേക്ക് ഇവർ ഓരോന്ന് ചെയ്യുന്ന അനുസരിച്ചാണ് അവർക്ക് ഓരോന്ന് അനുഭവപ്പെടുന്നത്. പെയ് അതിനുള്ളിലേക്ക് ഊതിയപ്പോൾ ഷാവോയ്ക്കൊക്കെ ശക്തമായ കാറ്റ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കാറ്റിൽ മെഴുകുതിരി അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആ ബോക്സ് തപ്പിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ എത്ര നേരം അങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ട് നിൽക്കാനാണ്? ഇത് ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറഞ്ഞ് ഷാവോ ആ ബോക്സ് തുറന്ന് മെഴുകുതിരി കയ്യിലെടുത്തുകൊണ്ട് അവിടെയൊക്കെ വാതിൽ തിരയാനായി തുടങ്ങുന്നു. അവൾ എന്താണ് ഈ ചെയ്യുന്നത്? തങ്ങളെല്ലാവരെയും ഉടനെ തന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ച് ദാലി ഉൾപ്പെടെ എല്ലാവരും അവൾക്കെതിരായി പറയുന്നുണ്ട്. പക്ഷേ ഷാവോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഭിത്തിയിലൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾ ഒരു വാതിൽ കണ്ടെത്തുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും അങ്ങോട്ടേക്ക് വരാനായി വിളിക്കുന്നു. ആദ്യം ഷാവോ ആണ് അതിലൂടെ മുന്നോട്ട് പോയത്. ദാലിയും അതിനുള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിലും ഇവർ രണ്ട് വഴിയിലൂടെയാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരുമിച്ച് കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഷാവോ എതിർവശത്തൂടി വന്നപ്പോൾ ദാലി പെട്ടെന്ന് കണ്ട് പേടിക്കുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി കൈകൾ കോർത്ത് പിടിക്കാമെന്ന് ഷാവോ നിർദ്ദേശിക്കുന്നു. ദാലിക്ക് അവളോട് കൈ ചേർത്ത് പിടിക്കാൻ അത്ര മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൾക്കത് അനുസരിക്കേണ്ടി വരുന്നു. അങ്ങനെ മനസ്സോടെ അവൾ ഷാവോയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരും കൈകൾ കോർത്ത് പിടിക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. പുറത്ത് നിന്ന് ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്ന പെയ്ക്ക് തങ്ങൾ ഈ ട്രാപ്പ് സെറ്റ് ചെയ്തത് വളരെ ഈസി ആയി പോയി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് കാര്യമില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി അവർ പലതും ഫേസ് ചെയ്യാനിരിക്കുകയാണല്ലോ എന്ന് സൂര്യ അവളെ സമാധാനിപ്പിക്കുന്നു. പിയാൻ മാത്രം ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുള്ളിൽ എത്ര പെൺകുട്ടികളാണ് ഉള്ളത് അത്രയും പേരുടെ എണ്ണത്തിൽ പ്രതിമകൾ ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡലിലുമുണ്ട്. അതിലൂടെ അവരുടെ നീക്കങ്ങൾ ഇവർക്ക് അറിയാൻ സാധിക്കും. ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഷാവോയൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കൂട്ടത്തിൽ നല്ല തടിയുള്ള ഒരു പെൺകുട്ടി ഇടയ്ക്ക് സ്റ്റക്കായി പോയത്. അവൾ അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോകുന്നു. അവളുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ കാരണം ഞങ്ങളുടെ ഈ വഴി മുടങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. മാത്രമല്ല കയ്യിൽ പിടിച്ചിരുന്നതിലൂടെ തൻ്റെ കയ്യിലൊക്കെ വിയർപ്പായി എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി കാരണം തങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം ബഹളം വെക്കാൻ തുടങ്ങുന്നു. ഷാവോയ്ക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന് എല്ലാവരോടും മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയോട് പതുക്കെ അവൾ നിൽക്കുന്ന ഭിത്തിയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് നല്ലവണ്ണം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നീങ്ങാൻ ഷാവോ നിർദ്ദേശിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നു. അങ്ങനെ എല്ലാവരും വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവർ ഒരു ഹാൾ പോലെയുള്ള സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവിടെ എത്തിയതോടെ ദാലി ഷാവോയുടെ കയ്യിലെ പിടി വിടുന്നുണ്ട്. ഷാവോ അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയി ഇനി എന്താണ് അടുത്തായി ചെയ്യേണ്ടതെന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരത്തെ മെഴുകുതിരി വെച്ചിരുന്ന പോലെയുള്ള ഒരു ബോക്സ് കണ്ട് അവൾ അതിലേക്ക് ആ മെഴുകുതിരി വെക്കുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി വിളക്കുകളെല്ലാം തനിയെ തെളിയുന്നുണ്ട്. ആ മുറിയിൽ ഒരിടത്തായി ഒരു സിത്താർ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് കുറച്ച് പേർ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട്. നേരത്തെ കണ്ട ആ വണ്ണമുള്ള പെൺകുട്ടി അതിൻ്റെ അടുത്ത് നിന്ന് അത് തൊട്ടപ്പോൾ വേറെ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇവളെ തട്ടി മാറ്റിയിട്ട് നീ ഏതാണ്, നിന്നെ ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ, നിൻ്റെ പേരെന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നു. ഹ്വാങ്ങിങ് എന്നാണ് ആ കുട്ടിയുടെ പേര്.
അവളുടെ ഈ ശരീരപ്രകൃതി അവിടെ ഉണ്ടായിരുന്ന ബാക്കി പെൺകുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ അച്ഛൻ ഏത് റാങ്കിലുള്ള ആളാണ്, നിനക്ക് എങ്ങനെ ഇത്രയും തടി വയ്ക്കാൻ തോന്നി, നിന്റെ അമ്മ നിന്റെ കാര്യത്തിലൊട്ടും കെയർ ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെല്ലാവരും കൂടി ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എൻ്റെ അച്ഛൻ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺക്യൂബിനുണ്ടായതാണ്. എൻ്റെ അമ്മ തനിയെയാണ് എന്നെ വളർത്തിയത് എന്നൊക്കെ ആ കുട്ടി വിഷമത്തോടെ പറയുന്നു. അതോടെ ആ പെൺകുട്ടികളെല്ലാം കൂടി അവളുടെ ദേഹത്ത് കയറി മേയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളെ അപമാനിക്കുന്ന രീതിയിൽ അവരെല്ലാവരും ഓരോന്ന് കുത്തി കുത്തി പറയാൻ തുടങ്ങുന്നു. ഷാവോയ്ക്കും ദാലിക്കും ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ദാലി പ്രതികരിക്കുന്നതിന് മുമ്പേ ഇതിനെതിരെ പ്രതികരിച്ചത് ഷാവോയാണ്. വെറുതെ പ്രതികരിക്കുകയല്ല, ഷാവോ വായിൽ വന്ന തരമൊക്കെ അവളെ വിളിക്കുന്നുണ്ട്. അത് കേട്ട് മറ്റേ പെൺകുട്ടി ഷാവോയെ അടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നീ എന്നെ തൊട്ടാൽ വിവരം അറിയും, എനിക്ക് ഡീമനിക് ആർട്സ് അറിയാം എന്ന് ഷാവോ പേടിപ്പിക്കുന്നു. അതോടെ അവൾ ഷാവോയെ അടിക്കാതെ ഹാങ്ങിങ്ങിനെ അടിക്കുന്നുണ്ട്. അതുകൂടി ആയപ്പോൾ ഷാവോയുടെ നിയന്ത്രണം വിടുന്നു. അവൾ വേഗം ഹാങ്ങിങ്ങിൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവളോട് മറ്റേ പെൺകുട്ടിയെ തിരിച്ചടിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഹാങ്ങിങ് ഒരു പാവമാണ്, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പിന്മാറാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാവോ അത് സമ്മതിക്കുന്നില്ല. തിരിച്ചടിച്ചേ പറ്റുള്ളൂ എന്ന വാശിയിലാണ് ഷാവോ. ഹാങ്ങിങ് അതിന് തയ്യാറാവാതെ നിന്നപ്പോൾ മറ്റേ പെൺകുട്ടിയോട് ഇവളോട് സോറി പറയാൻ ഷാവോ ആവശ്യപ്പെടുന്നു. പക്ഷേ അവൾ അതിനും തയ്യാറാവുന്നില്ല. ഈ മര്യാദയ്ക്ക് സോറി പറയുകയാണെങ്കിൽ നിനക്ക് അടി കിട്ടില്ല, ഞാൻ നിന്നെ അടിക്കാൻ തുടങ്ങിയാൽ ഒരു അടി ആയിരിക്കില്ല അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഷാവോ കൈ ഉയർത്തിയപ്പോഴേക്കും മറ്റേ പെൺകുട്ടി സോറി പറയുന്നുണ്ട്. ഇവളിങ്ങനെ ലീഡർ കളിക്കുന്നത് ദാലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതുവരെ അവൾക്ക് പെർഫോം ചെയ്യാൻ ഷാവോ ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല.